എന്റെ അമ്മയുടെ ചങ്കാണ് മായക്കാവ് ദേവി. ദേവീനെ കണ്ട് മരിക്കലാണ് അമ്മയുടെ അന്ത്യാഭിലാഷം. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് നിറവേറ്റാൻ തൽക്കാലം ഞാൻ വീട് വരെ കൊണ്ടുപോകും. അമ്മയുടെ ആഗ്രഹം സാധിച്ചാൽ ഉടനെ ദേവി തിരിച്ചെത്തുന്നതാണ് എന്ന് അമ്മയെ സ്നേഹിക്കുന്ന മകൻ. വല്ലാത്തൊരു കത്തായി പോലും. എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു. അപ്പം ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഓ എന്താ അപ്പോ എല്ലാരും കേട്ടല്ലോ, ദേവി തിരിച്ചു വന്നോളും. അല്ല സാറേ, ദേവി തിരിച്ചു വരുന്ന ഉറപ്പാണോ? അതിപ്പോ ഉറപ്പില്ലാണ്ട് പോലീസുകാർ എന്തെങ്കിലും പറയൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാലോ? അതെ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയോ. ശരി സാറേ. അപ്പോ ശരി, ഭക്തജനങ്ങൾ മാറി സാറേ. ദേവി വരും പോലെ. സാറേ സാറേ സാർ ഒരു സംശയം സാർ. എന്റെ അല്ല, നേരത്തെ ബൈക്കിൾ പോയി പ്രശ്നമാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. സാറിനോട് ക്ലിയർ ചെയ്ത് സാർ. ഓ അല്ല, ഇത് വേറെ സംശയം സാറേ. സാറേ ആ കത്തൊന്ന് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. സോറി, ചിന്തിക്കപ്പോ എന്താ? അല്ല സാറേ, ഈ തളർവാദം പിടിച്ചിരുന്ന ഏതോ ഒരു അമ്മയുടെ വീട്ടിലല്ലേ ദേവി? അല്ലേ അല്ലേ? അതന്നെയല്ലോ കത്തിൽ എഴുതി വെച്ചിരിക്കണേ. അതേ ഇതിൽ എഴുതിയിട്ടുള്ളത്. അതെ ഞാൻ പറഞ്ഞത്, അവനാണ് ഈ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ അത് അവന്റെ ഹീറോയിസം അല്ലേ? ഇനി നമ്മളാണത് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിലും അത് സാറിന്റെ ഹീറോയിസം അല്ലേ? സാറേ ഞാൻ ഈ പരിസരത്തുള്ള എല്ലാ തളർവാദം പിടിച്ചവരും ലിസ്റ്റ് എടുത്തിട്ടുണ്ട് സാറേ. മൊത്തത്തിൽ 7 പേരാ ഉള്ളത്. അതിൽ ഈ പൂ 2 പേരുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല സാറേ. 5 പേരുണ്ട്, അവരാണ് നമ്മുടെ ടാർഗറ്റ് സാർ. പിന്നെ അതിൽ ഞാൻ പറഞ്ഞത് നാ ഓർമ്മയുണ്ട്, അതിന്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം കായും മൂയും പായും മായൊക്കെയാണ്. അങ്ങനത്തെ വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അമ്പലല്ലേ? നമ്മള് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉപയോഗിക്കാറില്ല ഇപ്പോ. അതല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് സാറേ. പൂ, പുരുഷൻ, ശാസ്ത്രി, സാറിന് അറിയാല്ലേ, ഈ ഇഴവ, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാത്തിലും തള്ളവരുണ്ട്. അതാണല്ലേ? അതെ, ഈ ബുദ്ധി വേറെ ആരോടും പറഞ്ഞു കൊടുക്കില്ലേട്ടാ. നമ്മളറിഞ്ഞാൽ മതി. നേരത്തെ കസേര കൊണ്ടുവരാൻ പറഞ്ഞ നിനക്ക് വിഷമായ ഇല്ലല്ലോ. അപ്പൊ ഒന്ന് നോട്ടെ. അപ്പോ ലുട്ടാപ്പി വന്നേരാ. എന്താ സാർ? നീ ഒരു ഓട്ടം പോലും നീ പോലെ സാർ. നീ ഇവന്റെ ഓട്ടോയിൽ കയറിയിട്ട് ആ നായരുടെ വീട്ടിലൊന്ന് നോക്ക് സാറേ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാ? അതെ നിക്കുന്നു. വീട്ടില് അമ്മയില്ലേ? അമ്മ സുഖമില്ലാതെ കിടപ്പിലാണേ. അതന്നെയാണ് വീട്ടിലേക്ക് ആളെ വിടുന്നത്. അപ്പോ എല്ലാവരും ആ ലിസ്റ്റ് പ്രകാരം ഓരോ വീട്ടിൽ പോയി അന്വേഷിച്ചോളോ. ഞാൻ വീട്ടിൽ പോയിട്ടേ മിക്സി ശരിയാവുണ്ട്, അവിടെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിയാക്കിട്ട് വരാം. നിന്റെ പെങ്ങളെ സമ്മതിക്കണോട്ടാ. ഈ 7 വർഷമൊക്കെ തന്നെ കെട്ടണ എങ്ങനെയാണ്? കാശും പണമൊന്നും ഇല്ലാത്തവര് എന്ത് ചെയ്യണം സാറേ? നീ ഒരു വെള്ള പേപ്പറിലെങ്കിൽ എഴുതി തരാൻ പറ. അളിയന്റെ വൈക്കിളപ്പത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. ഇനി പോകുന്നും വേണ്ട സാറേ. ഒരു 5 പവൻ കൂടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. 5 പവനൊക്കെ താങ്ങോ നിനക്കുണ്ട്? താങ്ങാണ്ട് എന്ത് ചെയ്യാനാ? നായർ വന്നില്ല സാറേ. എന്താടോ ഇത് തുറക്കാത്ത? എന്താണ് ഇപ്പോ വൈദേഹിയുടെ കുളി ടൈമാണ്. ഞാൻ അടുക്കള വഴി നോക്കിട്ട് വരാം. ഇപ്പൊ വരാം. ചോദിച്ചാ ശരി ചെല്ലി. ഞാൻ തൊണ്ടി മിസ്സാക്കണ്ട. സാറേ, മോളുള്ള കാര്യം വീട്ടില് എന്താ പറഞ്ഞത്? മോളല്ലേ സാറേ, വൈഫാണ്. വൈഫാണ്. എന്താ ചേട്ടാ പോലീസൊക്കെ? സിസ്റ്ററെ പേടിക്കട്ടോ, വീടൊന്ന് സെർച്ച് ചെയ്യണം. വി ആർ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. മനുഷ്യനല്ലേ പുള്ളേ. കിച്ചൺ ഏരിയ ഒന്ന് നോക്ക്. ഞാൻ അമ്മയുടെ റൂം നോക്കിട്ടോ. ശരി ശരി. കോപ്പി ഗംഭീര വീട്. കുട്ടി അമ്മയുടെ മുറി എവിടെയാ? പ്ലീസ് കം. കൂടെ പോന്നു. അടുക്കള അവിടെയാ. പ്ലീസ് കം. ഇതുപോലത്തെ വീട്ടിലുണ്ടായിട്ടാണോ തനക്കാക്കര പിന്നെ നടക്കുന്നത്? വൈദേഹി പറഞ്ഞ എന്റെ ജീവിതം തകരും. അതെ, കൈക്കൂലി കെട്ടി വിടുന്ന എന്ത് വേണമെങ്കിലും എന്റെ ജീവിതം തകർക്കരുത്.
അത് ഞാൻ എടുത്തോളാം. പിന്നെ നായർക്ക് എന്തിനാ 2 ഫോൺ? ഒരു ഫോൺ ഞാൻ എടുക്കട്ടെ. 2 ഫോണും എനിക്ക് വേണം മോനെ. എന്നാ പിന്നെ ഞാൻ പറയാം. എന്താ മോനെ ഒന്നെടുത്തോ. ആ ഫോൺ ഇങ്ങോട്ട് തരുമോ? അയ്യോ അത് തരൂല. തന്നില്ലേ? ആ തൊണ്ടി മിസ്സാക്കല്ലേട്ടാ. ഒളിച്ചാങ്കളി ജ്വല്ലേഴ്സ്. ഷാജിമോൻ കൊലപ്പെടുത്തു നോക്കാൻ കയറിയതാ. എന്നിട്ട് കൊല പഴുത്ത. ഷാജിമോൻ ഫസ്റ്റ് ടൈമാ. അത് നീ നായരോട് പറഞ്ഞാ മതി. ഇത് എത്ര പവനുണ്ട്? 3.25 1.5. അപ്പൊ ഷാജിമോൻ ഫസ്റ്റ് ടൈം അല്ല. പോ സാറേ, ചേച്ചി എന്റെ കടയിൽ നിന്ന് സ്വർണ്ണം കൊടുക്കണത്. 1.5 പറ്റില്ല, 5 വേണം. 5? ഇതെന്തത് ഷാജിമോനെ? അതെ, തൊട്ടുകളിയൊന്നും വേണ്ട. വേറെ ആരും തൊടുന്ന വൈദ്യക്ക് ഇഷ്ടമല്ല. ഇനി എത്ര വേണ്ടത്? 5. എന്നോടൊക്കെ ദൈവം ചോദിച്ചു. എന്നാ ഇപ്പൊ എത്രയായി? 4.5. ഒന്നുകൂടെ എടുത്ത ശരിയാവും. അതെ, വൈദ്യക അങ്ങോട്ട് മാറുക. 5 ഇപ്പായി. അതെ ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ചേട്ടാ, പ്ലീസ്. നോക്കില്ല ചേട്ടാ. വാ, പിന്നെ പായെടുത്തോ. പാടുത്തിട്ട് കറിക്കോ, അതിനുള്ളിൽ കറിക്കോ. എന്താ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം? ഒരു മിനിറ്റ്. ഷാജിമോനെ ഷാജിമോനെ ഇവനോടെ പോയി. ഇവന് ആവിയായി പോയാ? സാറേ കയറിക്കോ. ഇല്ല, നേരിട്ട് വെക്കോ, ഞാൻ ചോദിച്ചിട്ട് പോന്നോളാം. സാറേ, ഞാൻ പെങ്ങളുടെ വീട്ടിലേക്കാ. അതാ ഞാനും വരാന്ന് പറഞ്ഞു. എടാ, ചേച്ചിയുടെ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റി ഞാൻ നോക്കട്ടെ. ഒരു അന്വേഷണത്തോരൊക്കെ ഉണ്ടെന്നേള്. പച്ച മനുഷ്യനാണ്, ഇടയ്ക്ക് അറിയൊക്കെ ചെയ്യും. ഓ, ഇനി വല്ല ഉണ്ടോ കയറ്റാൻ? ഇനി ഒരു 3 ക്ലോസറ്റ് കൂടി ഉണ്ടായിരുന്നു. എന്ത് മനസ്സാണ് ഇങ്ങട്. നിങ്ങളെ ദൈവം രക്ഷിക്കോട്ടെ. ഈ കാലമാടന് ലോറി ഇല്ല. നന്നായി. ആ ക്ലോസറ്റ് കൊണ്ട് എടുപ്പിച്ചിരുന്ന സുഖമായിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. ഞാൻ പോട്ടെ. ദേവിയും പോയി, മോനും പോയി, മൊബൈലും പോയി. ബെസ്റ്റ് ടൈം. ചേച്ചി അംഗനവാടി ടീച്ചറാണല്ലേ? അല്ല സാറേ, ഇതൊക്കെ അവളുടെ പിള്ളേർ തന്നെയാ. ഒന്നും തൊട്ടില്ലുണ്ട്. നീ വന്നേ. നീ നടക്ക്. ആ പോലീസ് തന്നെ അറിയണ്ട. അളിയനോട് 5 പഞ്ചം കൊണ്ടുണ്ട്. അതൊക്കെ ഞാൻ പോയി കൊടുത്തിട്ട് വരാം. നീ ഒന്ന് ഹാൻഡിൽ ചെയ്യടാ. അങ്ങനെ ചെല്ലി. വെച്ച താഴെ സാറ് കേറിയിരിക്കേ, ഞാൻ ചായ ഇടാം.
ഞാനേ നിന്റെ കെട്ടിയാണെന്ന് കാണാൻ വന്ന. അല്ലട മോനെ, അവളുടെ ആങ്ങളെ പോലീസൊക്കെ ആയിട്ട് വന്നേക്കണല്ലോ.